സുധാകരനെ വീഴ്ത്തിയത് വേണുഗോപാലിന്റെ കരുനീക്കം. സണ്ണി ജോസഫിന് തുണയായത് സഭയുടെ പിന്തുണ. കെ സുധാകരന് പകരം KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ പ്രതിഷ്ഠിച്ചത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ തന്ത്രപരമായ നീക്കങ്ങളുടെ ഫലമായെന്ന് വിലയിരുത്തൽ. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കണമെന്ന തന്ത്രമാണ് KC വേണുഗോപാൽ ഈ കാര്യത്തിൽ സ്വീകരിച്ചത്. കേരളത്തിന്റെ ചുമതല നൽകി AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അയച്ചപ്പോഴേ സുധാകര പക്ഷം അപകടം മണത്തിരുന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പാർട്ടി പുനഃസംഘടന ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ ഒഴിവാക്കുക എന്നായിരുന്നു KC വേണുഗോപാൽ ദീപാദാസ് മുൻഷിയെ ഏൽപ്പിച്ച ദൗത്യം. ഹൈക്കമാൻഡിനെ പോലും വെട്ടിലാക്കിയ കെ സുധാകരനെ മെരുക്കിയെടുക്കുക എന്ന ലക്ഷ്യമാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് സണ്ണി ജോസഫിനെ പരിഗണിക്കാനുള്ള ഒരു കാരണം. കെ സുധാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ സണ്ണി ജോസഫിനെ അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിച്ചാൽ കെ സുധാകരന്റെ പിന്തുണ ലഭിക്കുകയും ചെയ്യും. ക്രിസ്ത്യൻ സഭാ നേതൃത്വത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യാമെന്ന ഫോർമുലയാണ് ഇവിടെ വിജയകരമായി നടപ്പിലാക്കിയത്. ഇതോടെ ഇടഞ്ഞു നിന്ന കെ സുധാകരനെ ഒറ്റ ദിവസം കൊണ്ട് മെരുക്കാൻ വേണുഗോപാലിന് കഴിഞ്ഞു. സുധാകരനെ AICC പ്രത്യേക ക്ഷണിതാവായി ഉയർത്തിയതോടെ അപമാനിച്ചിറക്കിവിട്ടെന്ന ആരോപണത്തെ തടയാനും നേതൃത്വത്തിന് കഴിഞ്ഞു. തന്റെ വിശ്വസ്തൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പിൻഗാമിയായതോടെ സുധാകരനും ആശ്വാസത്തോടെ KPCCയുടെ പടിയിറങ്ങാൻ കഴിയും. ആരോഗ്യ പ്രശ്നങ്ങളാണ് കെ സുധാകരനെ മാറ്റാനുള്ള പ്രധാന കാരണമായി പറയുന്നതെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള നിരന്തര ഭിന്നതയാണ് സുധാകരന്റെ കസേര തെറിപ്പിച്ചത്. മിതവാദിയായ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന നേതാവായതും അദ്ദേഹത്തിന് അനുകൂലമായി മാറി. കെ സുധാകരനെ മാറ്റാൻ 6 മാസത്തിലേറെയായി സജീവ ചർച്ചകൾ നടന്നു വരികയായിരുന്നു. എന്നാൽ ഉപതിരഞ്ഞെടുപ്പുകൾ കാരണമാണ് തീരുമാനം വൈകിയത്. രാഹുൽ ഗാന്ധി കേരളത്തിലെ നേതാക്കളെ ഒറ്റയ്ക്ക് നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തിയാണ് അധ്യക്ഷനെ മാറ്റുന്നതിൽ അന്തിമ തീരുമാനം കൈക്കൊണ്ടത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ അധ്യക്ഷനെ മാറ്റാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചെങ്കിലും സുധാകരൻ ആ തീരുമാനത്തോട് യോജിച്ചിരുന്നില്ല. അസംബ്ലി തിരഞ്ഞെടുപ്പിന് ശേഷമേ താൻ നേതൃത്വത്തിൽ നിന്ന് മാറുകയുള്ളൂവെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു സുധാകരൻ. ഒരു ശക്തിക്കും തന്നെ തൊടാൻ കഴിയില്ലെന്ന സുധാകരന്റെ പ്രതികരണം നേതൃത്വത്തെയും വെട്ടിലാക്കുന്നതായിരുന്നു. സുധാകരനെ അനുനയിപ്പിക്കാതെയുള്ളൊരു നേതൃമാറ്റം സംഘടനാപരമായ തിരിച്ചടിക്ക് വഴിവെക്കുമോ എന്ന ഭയം AICCയെയും ബാധിച്ചിരുന്നു. ഇതോടെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്ന പരിഹാരത്തിനുള്ള വഴികൾ തേടി. ഒടുവിൽ പരിഹാരമാർഗവും നേതൃത്വം തന്നെ കണ്ടെത്തി. അവസാന ഘട്ടം വരെ KPCC അധ്യക്ഷ സ്ഥാനത്ത് പരിഗണിച്ചിരുന്നത് പത്തനംതിട്ട MP ആയ ആന്റോ ആന്റണിയായിരുന്നു. എന്നാൽ സഭാ നേതൃത്വത്തിന് താല്പര്യം സണ്ണി ജോസഫിനോടായിരുന്നു. ഇത് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പ്രധാന കാരണമായി. കേരളത്തിൽ അടുത്ത തവണ അധികാരത്തിൽ എത്തണമെങ്കിൽ കോൺഗ്രസുമായി അകന്നു നിൽക്കുന്ന ക്രിസ്ത്യൻ വിഭാഗത്തെ ഒപ്പം നിർത്തണമെന്ന ചർച്ചകൾ നേരത്തെ കോൺഗ്രസിൽ ഉയർന്നിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കൾ ഇല്ലെന്ന ചർച്ച കുറച്ചു കാലമായി നടന്നു വരുന്നുണ്ട്. ഇതെല്ലാം സണ്ണി ജോസഫിന്റെ പുതിയ സ്ഥാനലബ്ധിക്ക് വഴിയൊരുക്കി. എല്ലാ കാലത്തും കെ സുധാകരന്റെ വിശ്വസ്തനായിരുന്ന അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് കെ സുധാകരൻ കണ്ണൂരിൽ DCC അധ്യക്ഷനായപ്പോഴും സുധാകരൻ കണ്ണൂരിൽ MLA ആവുകയും മന്ത്രിയാകുകയും ചെയ്തപ്പോൾ DCC അധ്യക്ഷനായി സുധാകരൻ കൊണ്ടുവന്നത് അദ്ദേഹത്തിന്റെ വിശ്വസ്തൻ എന്ന നിലയിൽ സണ്ണി ജോസഫിനെയായിരുന്നു. I ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമായ പേരാവൂർ സീറ്റിൽ സണ്ണി ജോസഫിനെ മത്സരിപ്പിക്കാൻ മുൻകൈയെടുത്തതും കെ സുധാകരൻ തന്നെയായിരുന്നു. ഈഴവ സമുദായാംഗമായ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും നീക്കി പകരം ഒരു ക്രൈസ്തവനെ അധ്യക്ഷനായി കൊണ്ടുവരുന്നതിനെതിരെ SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പരസ്യമായി രംഗത്ത് വന്നിരുന്നു. ഈഴവരെ ഒരു പാർട്ടിയും പരിഗണിക്കുന്നില്ലെന്നും സുധാകരനെ മാറ്റുന്നത് എന്തിനാണെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ വിമർശനത്തെ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് അടൂർ പ്രകാശിനെ UDF കൺവീനറായി പ്രഖ്യാപിക്കാൻ കാരണം. ഇതോടെ വെള്ളാപ്പള്ളിയുടെ വിമർശനത്തിന്റെ മുനയൊടിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിഞ്ഞു. സീറോ മലബാർ കത്തോലിക്ക സഭയുടെ തലശ്ശേരി അതിരൂപതയിലെ ഇരിട്ടി സെന്റ് ജോസഫ് ഇടവക അംഗമായ സണ്ണി ജോസഫ് സഭാധികാരികളുമായി നല്ല അടുപ്പം പുലർത്തുന്ന നേതാവാണ്. നിലവിൽ നിയമസഭയിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയാണ് സണ്ണി ജോസഫ്. ഇതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള സണ്ണി ജോസഫിനെ തിരഞ്ഞെടുക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. കണ്ണൂർ ജില്ലയിലെ കരുത്തനായ കെ സുധാകരന്റെ ശക്തമായ പിന്തുണയോടുമാണ് അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വരുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതെല്ലാമാണ് അധ്യക്ഷ പദവി 72കാരനായ സണ്ണിയിലേക്ക് എത്താൻ കാരണമായത്.
നിയമസഭയിൽ 2011 മുതൽ കണ്ണൂർ പേരാവൂർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന സണ്ണി ജോസഫ് 2001 കെ സുധാകരന് ശേഷമാണ് കണ്ണൂർ DCC പ്രസിഡന്റ് ആയതെന്നതും കൗതുകകരമാണ്. 1970 മുതൽ KSUവിന്റെ സജീവ പ്രവർത്തകനായിട്ടാണ് സണ്ണി ജോസഫ് രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. കോഴിക്കോട് യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥി പ്രതിനിധിയായ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ്, ഉളിക്കൽ സഹകരണ ബാങ്ക് പ്രസിഡന്റ്, തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റി പ്രസിഡന്റ്, മട്ടന്നൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ്, കണ്ണൂർ DCC പ്രസിഡന്റ് എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട്. കെ സുധാകരന്റെ പിന്തുണയുണ്ടെങ്കിലും സണ്ണി ജോസഫിന് നേരിടേണ്ടി വരിക ദുഷ്കരമായ ദൗത്യങ്ങളെയാണ്. പാർട്ടിയിലെ മൃദു സമീപനത്തിന്റെയും സമവായത്തിന്റെയും പ്രതീകമായ സണ്ണി ജോസഫിന് എല്ലാ ഗ്രൂപ്പുകളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം.